അല്ല അനിൽ, ഇതിനകത്ത് ഞാനും ഒരു അഭിഭാഷകനാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് നിയമം പറയുന്നില്ല, ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത്. എനിക്കിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അവസാന ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? ഇവിടെ ബിരിയാണി ചെമ്പിൻ്റെ അന്വേഷണം നടന്നു, അവിടെ അത് നടന്നു, ഇത് നടന്നു, ഒന്നും സംഭവിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നെ ഒരു സമരത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് വേണം, സമയമുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചർച്ച ചെയ്യാം. അതിപ്പോൾ നമ്മൾ തൽക്കാലം അതിലേക്ക് പോകണ്ട. അപ്പോൾ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നേതാവ് പിണറായി വിജയൻ കേന്ദ്രത്തിലേക്ക് കത്തെഴുതുകയായിരുന്നു. അതെ. എന്നിട്ട് പറഞ്ഞെന്താണ്? എന്ത് അന്വേഷണവും ഇവിടെ നടന്നോട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് NIA വന്നത്. അത് കഴിഞ്ഞ് ED വന്നപ്പോഴും ഒക്കെ ഉള്ള ED വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ED അന്വേഷണം വന്നപ്പോൾ EDയെ തടയാനുള്ള പണി അദ്ദേഹത്തിൻ്റെ നേതാവ് തുടങ്ങി. എങ്ങനെ തുടങ്ങി? ED അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ FIR ഇട്ടു, അവരുടെ ഫോൺ ടാപ്പ് ചെയ്തു. അവസാനം എന്തന്വേഷണവും നടന്നോട്ടെ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ED അന്വേഷണം തടയാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വരെ നിയമിച്ചു. ഒന്ന് ആലോചിച്ചു, എന്തൊരു അസംബന്ധമാണ്. ഇന്ന് പത്രത്തിൽ കണ്ടു, അയാൾക്ക് വേറൊരു അന്വേഷണത്തിന് മൂന്നെണ്ണമായിരുന്നു നേരത്തെ, മൂന്നെണ്ണമായിരുന്നു. ഈ ED അന്വേഷണം ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തിട്ട് ഈ CN മോഹനൻ ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ചെയർമാനായിട്ടിരുന്ന് പൈസ മേടിച്ച് നക്കി തിന്നുകയാണ് അയാള്. ഈ മോഹനൻ എന്ന് പറഞ്ഞ ആള് അയാൾ അവിടെ ഇരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അയാളെ വേറെ മറ്റേ താനൂർ ബോട്ടപകടം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനിൽ വെച്ചു. അതോടൊപ്പം തന്നെ അയാള് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാനാണ്. ഇതിപ്പോൾ 4ാമത് അയാൾ കൊടുത്തിരിക്കുക. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ED അന്വേഷണം വന്നപ്പോൾ എന്തന്വേഷണം നടന്നാലും കുഴപ്പമില്ല എന്നുള്ളത് അങ്ങ് മാറ്റി വെച്ചു. EDയെ തടയാൻ വേണ്ടിയിട്ട് നോക്കി, അത് നടന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കൈകൾ ശുദ്ധമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയട്ടെ, കൈകൾ പെരുങ്കള്ളനാണ് ഈ മനുഷ്യൻ. കൈകൾ ശുദ്ധമാണെന്ന് അയാൾ പറയുന്നു. അയാൾ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ ഓർമ്മയില്ലേ, സ്വപ്ന സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വപ്ന സുരേഷിനെ താൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞൊരു പരമശുദ്ധനും പരിഭാവനമായ മനസ്സുള്ളൊരു പിണറായി വിജയനാണ് ഇവിടെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം മുമ്പ് അയാൾ എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ സ്റ്റാഫിലുള്ളവരൊന്നും ആരെ അടിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനക്കറിയില്ല. അയാളുടെ പേഴ്സണൽ സ്റ്റാഫ്, അയാളുടെ റിംഗ് റൗണ്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നത് ഇയാൾ കണ്ടിട്ടില്ലെന്ന്. ആര്? പിണറായി വിജയൻ കണ്ടിട്ടില്ലെന്ന്. 2012 TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ ഓർമ്മയില്ല, എന്താ പറഞ്ഞത്? എനിക്കറിയില്ല. ഏത് കുഞ്ഞനന്തൻ ജയിലിൽ കിടന്നാ മരിച്ചത്? കുഞ്ഞനന്തൻ, മനസ്സിലായില്ലേ? അന്ന് അയാൾ പറഞ്ഞു ആരെയാ കൊന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഈ പെരുങ്കള്ളനെന്ന് ജനങ്ങളെ കൊണ്ട് വിളിക്കുന്നൊരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ, നിവൃത്തിയില്ലല്ലോ നമുക്ക്, അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. മടിയിൽ കനമില്ലാത്തതുകൊണ്ട് എനിക്ക് വഴിയിൽ ആരെയും ഭയക്കേണ്ടതില്ല എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ വിജയൻ നമ്മളോട്, ഈ പിണറായി എന്നുള്ള വിജയൻ. അങ്ങനെയുള്ള വിജയൻ എന്തിനാണ് ഈ വാലെ തീ പിടിച്ച് ഓടുന്നത്? സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ, അയാൾ എന്തിനാണ് ഈ വാലെ തീ പിടിച്ച് ഓടുന്നത്? എവിടെ വേണേ അന്വേഷിച്ചോട്ടെ, എനിക്കൊരു മുല്ലുമില്ല എന്ന് പറഞ്ഞ് 54 ഇഞ്ച് നെഞ്ചും വിരിച്ചിരിക്കേണ്ട പിണറായി വിജയൻ SFI അന്വേഷണം തുടങ്ങിയപ്പം ഞാൻ ചോദിക്കുന്നു, ഉളുപ്പും ലജ്ജയും ഉണ്ടോ ഇയാൾക്ക്? ഇയാളുടെ ശരീരത്തിൽ ഒരു തുള്ളിയെങ്കിലും ഉളുപ്പോ ലജ്ജയോ ഉണ്ടോ? KSIDCക്ക് കൊടുക്കുന്ന 25 ലക്ഷം രൂപ ഇയാളുടെ പിണറായിലെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? പിണറായിലെ തറവാട്ടിൽ നിന്ന് 50 കൊടുത്തു ഇതിനകം. നാളത്തത് അയാൾ തന്നെയായിരിക്കും. നാളെ ഇത് വല്ല ജൂനിയർ വക്കീലായിരിക്കും, അയാൾ തന്നെയായിരിക്കും. 25 ലക്ഷം രൂപ എൻ്റെയും ഈ പിരിക്കുന്ന അനിൽ നമ്പ്യാർ ഇങ്ങരുടെയും കൂടി ഖജനാവിൽ നിന്ന് ഞങ്ങൾ നികുതി കൊടുത്ത പണമാണ് പോവുക. 25 ലക്ഷം ഓൺലൈനിൽ കൂടെ പങ്കെടുത്ത് ഓൺലൈനിൽ വന്നതിന് 25 ലക്ഷം മേടിച്ചു നക്കി തിന്നു. അത് കഴിഞ്ഞൊരു 25 കൂടെ മേടിച്ചു. നാളെ ഒരു 25 കൂടെ മേടിക്കും. ഒരു 2-3 മാസം കഴിയുമ്പോൾ CS വൈദ്യനാഥൻ ഒരു കോടീശ്വരനാവും. അതല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ? KSIDCയുമായി ബന്ധപ്പെട്ട് പോയി എടുത്ത് ചവറ്റുകൊണ്ടേ കളഞ്ഞ് ചവിട്ടി തേച്ച് കളഞ്ഞു ദേവൻ രാമേന്ദ്രൻ. പച്ചയ്ക്ക് ചോദിച്ചു, വലിയ നിയമമൊന്നുമല്ല ചോദിച്ചത്, പച്ചയ്ക്ക് ചോദിച്ചു. എന്തിനാണ് ഇത്ര ഭയം? പച്ചക്ക ചോദിച്ചു, അതിനകത്ത് ഒരു നിയമവുമില്ല.
ഈ ഷോണും ഇദ്ദേഹം കൂടെ സംസാരിച്ച നിയമമൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്കതിനകത്ത് രാഷ്ട്രീയം മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. എന്തിനാണ് ഇത്രയും അങ്ങോട്ട് വാലെ തീ പിടിക്കുന്നത്? എന്നിട്ട് ഇപ്പം നാളെ ബാംഗ്ലൂർ ഹൈക്കോടതി പോയിരിക്കുന്നു. എന്തിന്? അന്വേഷണം തടയും. എന്തിനാണ് അന്വേഷണം തടയുന്നത് വിജയ? ഞാൻ വിജയനോട് ചോദിക്കാനൊരു സാധാരണ പൗരനുള്ളതിൽ, വിജയ അവരന്വേഷിച്ചിട്ട് പോട്ടെ വിജയ. ഒന്നുമില്ലെങ്കിൽ വിജയൻ എന്തിനാണ് പേടിക്കുന്നത്? വിജയന്റെ മടിയിൽ കനമില്ലെന്ന് വിജയൻ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വിജയന്റെ കൈ ശുദ്ധമാണെന്നും വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വിജയൻ അതുകൂടാതെ പറഞ്ഞെന്താണ്? എൻ്റെ ഭാര്യയുടെ പാവപ്പെട്ട പിച്ചക്കാശും കൊണ്ട് പോയതാണ് എന്നല്ലേ പറയുന്നത്. ഈ കൈകൾ ശുദ്ധമാണെന്നും എൻ്റെ ഭാര്യയുടെ പിച്ചക്കാശും കൊണ്ട് പോയതുമാണെന്ന് പറഞ്ഞ വിജയന്റെ ഇളയ മകൻ വിവേക് തായിക്കണ്ടിയിൽ 2004 ബർമിംഗാമിൽ പഠിക്കാൻ പോയപ്പം കൊടുത്ത 42 ലക്ഷം ആരുടെയാണ് വിജയൻ ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് വിജയൻ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മരപ്പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്, മരപ്പൊട്ടന്മാര്. അതുകൊണ്ട് വിജയൻ എഴുതി വെച്ചോളൂ, നാളെ കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഒരു കടലാസ് ഇങ്ങനെ പറന്നു വരും പുറത്തേക്ക്. അതൊരു കീറക്കടലാസായിരിക്കും. അത് വിജയന്റെ മകൾ വീണ വിജയൻ കൊടുത്തിട്ടുള്ള ഹർജിയായിരിക്കും. അതിങ്ങനെ പറന്ന് ഏതെങ്കിലും ചവറ്റുകൊട്ടേ ചെന്ന കടലാസ് അവിടെ കിടക്കും. മനസ്സിലായില്ലേ? അതുകൂടെ കഴിയുമ്പോൾ വിജയൻ കുറിച്ചു വെച്ചോ, പിണറായി വിജയൻ കുറിച്ചു വെച്ചോ, പിണറായി വിജയന്റെ മകൾ ചോദ്യം ചെയ്യപ്പെടും. ഒരു സംശയവും വേണ്ട. പിണറായി വിജയന്റെ മകൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ ഇനിയൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പിണറായി വിജയ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ തന്നെ വിജയ നിങ്ങളുടെ മകൾ വാങ്ങിയ 1,72,00,000 കൂടെ കംപ്ലീറ്റ് കണക്കതിനകത്തുണ്ട്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ മേടിച്ച പൈസയുടെ കണക്കും അതിനകത്തുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഞങ്ങൾ മേടിച്ച് റെസീറ്റ് കൊടുത്തിട്ടാണ്. എന്താ വിജയൻ അങ്ങനെ പറയാനൊരു പ്രയാസം വന്നത്? വിജയൻ മേടിക്കാഞ്ഞിട്ടാണോ? വിജയ നിങ്ങൾ മേടിച്ച കാശ് മുഴുവൻ കാഷിലല്ലേ മേടിച്ചത്? അത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലില്ലേ? ഓൾ ദ ട്രാൻസാക്ഷൻസ് വെർ ഇൻ ക്യാഷ് അവരെഴുതി വെച്ചിട്ടുണ്ട്. ആ കാശെല്ലാം വിജയൻ പാർട്ടി ഖജനാവിലേക്കൊന്നും കൊടുത്തില്ല, ആ പിണറായിലേക്ക് കൊണ്ടുപോയി, വീട്ടിന്റെ ഖജനാവിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് വിജയൻ പറഞ്ഞത് ആ PV ഞാനല്ല എന്ന്. അതിന്റെ രേഖകളും അവരുടെ കയ്യിലുണ്ട്. അതിനുശേഷം ROC ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയപ്പോഴത്തേക്കും സ്ലൂ ഓഫ് വയലേഷൻസ് ആണ് അവർ പറഞ്ഞത്. കമ്പനി ആക്ട് ഒരു 12 പ്രാവശ്യമെങ്കിലും വിജയ നിങ്ങളുടെ മകൾ വയലേറ്റ് ചെയ്തതിനെ കുറിച്ച് ROCയുടെ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും കണ്ടുപിടിക്കാനില്ല SFIOക്കാർക്ക്. ആ എല്ലാം അവരുടെ കയ്യിലുണ്ട്. സ്വാഭാവികമായും നിങ്ങളുടെ മകളുടെ 1% കമ്പനിയാണല്ലോ എക്സാലോജിക്ക്. ഒറ്റ ഭാരവാഹി അവർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും. അവർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മകൾ ഇത്രയും നാൾ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലാണ് ജീവിച്ചത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബെൻസ് കാറിലാണ് നടന്നത്. എന്നാൽ ആ മകൾ SFIO എന്ന് പറഞ്ഞ പല്ലും നഖമുള്ള ഏജൻസിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ആ പെങ്കൊച്ച് വല്ലാതെ വിയർക്കും. അവർ ചിലപ്പോൾ പൊട്ടിക്കരയും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അവർ പൊട്ടിക്കരഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബോധക്ഷയമുണ്ടാകുമെന്നാണ്. ഞാൻ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പിണറായി വിജയൻ ഒരു ബോധക്ഷയമുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. പിണറായി വിജയൻ്റെ മകൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇനി പിണറായി വിജയന് ബോധക്ഷയം ഉണ്ടാവരുത്, ഞെട്ടലുണ്ടാവരുത്. പല്ലും നഖമുള്ള ഏജൻസിയാണ് SFIO. അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശാധികാരങ്ങളുണ്ട്. കമ്പനി ആക്ട് 2013 210 11 212 13 ഒക്കെ വായിച്ചാൽ വിജയ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആരെങ്കിലും ആ CM രവീന്ദ്രൻ ഇംഗ്ലീഷ് അറിയില്ല, വേറെ ആരാ ഇംഗ്ലീഷ് അറിയാവുന്ന അവിടെ ഉള്ളത്? ഏതോ ഒരു രതീഷ് കാളിയാണ്, ഒരു കള്ള PhD എടുത്തൊരുത്തിന് ഇരിപ്പുണ്ടല്ലോ അവിടെ. അവൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. അവനോടെങ്കിലും ചോദിച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിണറായി വിജയൻ നിങ്ങളുടെ മകൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചോദ്യം ചെയ്യലിലേക്കും ഒരു പക്ഷേ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അഴി എണ്ണുന്ന നിലയിലേക്ക് പോയാൽ അത്ഭുതമില്ല. അതുകൊണ്ട് ഒരല്പം ധൈര്യമൊക്കെ പണ്ട് ബ്രണ്ണൻ കോളേജിൽ വാളിൻ്റെ കീഴിലൂടെ നടന്നപ്പോൾ ഉണ്ടായൊരു ധൈര്യം ഉണ്ടല്ലോ, അതൊക്കെ ഇത്തിരി ഒന്നൊരു ഊർജ്ജമൊക്കെ ഒന്ന് ശരീരത്തിൽ ഒന്ന് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മറ്റന്നാൾ ബ്രണ്ണൻ കോളേജിൽ അതെ മറ്റന്നാൾ ബ്രണ്ണൻ കോളേജിൽ പോവാണ്. മറ്റന്നാൾ ബ്രണ്ണൻ കോളേജിൽ പോകുമ്പോൾ മകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അലൂമിനി അസംബ്ലിയാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മകളെ ചോദ്യം ചെയ്യുന്നുള്ള വാർത്ത കേൾക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് സ്ഥിതി ദയനീയമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതിന്റെ നിയമമൊന്നും ഇതിനകത്ത് പറയുന്നില്ല, രാഷ്ട്രീയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ ഷോണെ, CMRL SFIO സംഘം കയറി, ഇൻവെസ്റ്റിഗേഷൻ ടീം കയറി, KSIDCയിൽ കയറി. അല്ല ഇനിയിപ്പോൾ എക്സാലോജിക്ക് കയറാൻ പറ്റില്ലല്ലോ, അത് അടച്ചു പൂട്ടിയിരിക്കില്ലേ? അപ്പോൾ എങ്ങോട്ടേക്ക് കയറും?
വീണയുടെ മേൽവിലാസം എക്സാലോജി കമ്പനിയുടെ ആ. നിയമം അനുസരിച്ച് ഒരു കമ്പനി ഡോർമെന്റ് ആക്കിയാലും അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ആ സ്ഥിതിയിൽ തന്നെ സൂക്ഷിക്കണമെന്നാണ് നിയമമുള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ടോ? ഇപ്പോ ബാംഗ്ലൂരിലുള്ള കമ്പനി പൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ രേഖകൾ അവർ പറയുന്ന ഒന്നെങ്കിൽ അവിടെ കയറാം, അല്ലെങ്കിൽ അതിന്റെ രേഖകൾ കൃത്യമായി അവിടെ നിന്ന് ലഭ്യമല്ലെങ്കിൽ പിന്നെ ഉള്ളത് വീണ വിജയന്റെ വ്യക്തിപരമായ അഡ്രസ്സ് AK സെന്ററാണ്. AK സെന്ററിലേക്കാണ് രണ്ടാമത് അവർക്ക് പോകാൻ കഴിയുക. ഇപ്പോ അവർ AK സെന്ററിലല്ല താമസമുള്ളത്. ഇപ്പൊ അവര് താമസമുള്ളത് ക്ലിഫ് ഹൗസിലാണ്. അപ്പൊ മൂന്നാമത് പരിഗണിക്കാൻ പറ്റുന്ന ക്ലിഫ് ഹൗസിലാണ്. അല്ലെങ്കിൽ SFI ഉദ്യോഗസ്ഥർ പറയുന്ന മുഴുവൻ രേഖകളും സാറ്റിസ്ഫൈഡ് എന്ന നിലയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ക്ലിഫ് ഹൗസിലും ക്ലിഫ് ഹൗസിനോട് ചേർന്നുള്ള റിയാസിന്റെ മന്ത്രിമന്ദിരത്തിൽ, അതിന്റെ പേര് എനിക്കറിയില്ല, ആ മന്ത്രിമന്ദിരത്തിലും സ്വാഭാവികമായും SFIക്ക് സെർച്ച് നടത്തേണ്ടതായിട്ട് വരും. അന്വേഷണ ഉദ്യോഗസ്ഥര് അങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി SFIക്ക് ലഭിച്ചില്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ക്ലിഫ് ഹൗസ് റെയ്ഡ് ചെയ്യുന്ന ഒരു ചരിത്രവും ഒരു കാലം സ്വാഭാവികമായും കേരളം കാണേണ്ടി വരും. അല്ല ഷോണെ, പിന്നെ SFIO നിങ്ങളെ ബന്ധപ്പെട്ടോ? നിങ്ങളല്ലേ പരാതിക്കാരൻ? SFIO നിങ്ങളെ ബന്ധപ്പെട്ടോ? നിങ്ങളെ വിളിക്കുകയോ വല്ലതും ചെയ്തോ? അല്ല, ഇത് ഞാൻ അതിന്റെ ആവശ്യമില്ല. ടെക്നിക്കലായി പോയ ഒരു കേസല്ലേ. എന്റെ കയ്യിൽ ഈ നിമിഷം വരെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം അഡീഷണൽ ഡോക്യുമെന്റ്സ് ആയി ഞാൻ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കൊടുക്കുകയും ഞാൻ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ പെറ്റീഷനും ഞാൻ അഡീഷണൽ ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തിട്ടുള്ളതും കൃത്യമായി SFIക്ക് അവർ ഹാൻഡ് ഓവറും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാളിതുവരെയും SFIO എന്നെ ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല, എന്നെ വിളിപ്പിക്കുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് അറിയുന്നില്ല. കാരണം എന്റെ കയ്യിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ മാത്രമല്ലേ അവർക്ക് എന്നെ വിളിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. അല്ല ഷോണെ, ഇതൊരു ക്ലിയർ കട്ട് കേസല്ല. നേരത്തെ ഷാജാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിലെല്ലാം ഇല്ല. ഇനിയിപ്പോൾ കൂടുതലൊരു അന്വേഷണത്തിൻ്റെ ആവശ്യം പോലുമില്ല. പിന്നെ നമ്മുടെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ ഉത്തരവാണ്, ഓർഡറാണ്, ഫൈൻഡിംഗ് ആണ്. അതിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് പിന്നെ ഇവിടെ കമ്പനി ഓഫ് രജിസ്ട്രാർ അവരുടെ അന്വേഷണം നടന്നതും അതുപോലെ കോർപ്പറേറ്റ് FIS പിന്നെ കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ SFIOയുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതൊക്കെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് അല്ലേ? കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ? ഇത് ഇപ്പോൾ ഈ ഞാൻ ഇപ്പോഴും പറയുന്നു ചേട്ടാ, ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിട്ടുള്ളൂ. ഇതിനകത്ത് മുഖ്യ പ്രതിയായി വരാൻ പോകുന്ന KSIDC ആണ്. KSIDCയിൽ ഇന്നലെ അവർ സമർപ്പിച്ചിട്ടുള്ള KSIDC കൊടുത്തിട്ടുള്ള നോട്ടീസ് അനുസരിച്ച് ആ നോട്ടീസിൽ അവർ സമൻ ചെയ്തിട്ടുള്ള ഏറെക്കുറെ 20-ന് മുകളിൽ ഉദ്യോഗസ്ഥരെ SFIO സമൻ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും CMRൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്രയും ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. അത്രയും ഉദ്യോഗസ്ഥർക്ക് അതിന്റെ രേഖകൾ സമർപ്പിക്കണമെന്നാണ് SFIO ആവശ്യപ്പെട്ടേക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ദിനപത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ച് നോക്കിയാൽ ഞാൻ ആ പെറ്റീഷൻ അതിനെ സംബന്ധിച്ചൊരു പെറ്റീഷൻ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. KSIDCയുടെ നോമിനിയായി CMRൽ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന 3ഓളം ആളുകൾ ഈ റിട്ടയർമെന്റിന് ശേഷം CMRലെ ഡയറക്ടർ ബോർഡിൽ അല്ലാതെ വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ നോമിനിയായി KSIDC നോമിനിയായി CMRൽ ഡയറക്ടർ ബോർഡിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിനുശേഷം റിട്ടയർമെന്റിന് ശേഷം CMRന്റെ പ്രൊമോട്ടർമാരായി, ഡയറക്ടർമാരായി, ഉദ്യോഗസ്ഥരായി CMRൽ പിന്നീട് ജോലി ചെയ്തിട്ടുണ്ട്. ശരിയാണ്, അവർക്ക് മറ്റൊരു ജോലിക്ക് പോവാം. പക്ഷേ ഇവിടെ നിന്നും റിട്ടയർ ചെയ്യുന്ന ഓരോ സർക്കാർ നോമിനികളും പിന്നീട് CMRലെ ഡയറക്ടേഴ്സായി മാറുകയും CMRലിന്റെ പാർട്ട്നേഴ്സായി മാറുകയൊക്കെ ചെയ്യുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്തുമാത്രം കൊള്ളയ്ക്കാണ് CMRൽ നടത്തിയ എന്തുമാത്രം കൊള്ളയ്ക്ക് KSIDC നിന്നു കൊടുത്തു എന്നുള്ളതിന്റെ സൂചനയാണ്. ഇത് 1, 2, 3 ആളുകളല്ല. അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് പരാതിയായി ഞാൻ നൽകുന്നുണ്ട്. അല്ല ഷോണെ, ഇപ്പോൾ ഡയറക്റ്റ് ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഷോൺ, മാത്യു കുഴൽനാടൻ ഇതുപോലെ ശബ്ദം വെച്ചപ്പോൾ, മാത്യു കുഴൽനാടൻ്റെ ശബ്ദം കനത്തപ്പോൾ അതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഏത് രീതിയിലാണ് ഇടപെട്ടത് എന്ന്. ഇപ്പോൾ ഷോൺ ജോർജ് ഇപ്പോൾ BJPയിൽ അംഗത്തെടുത്തിരിക്കുക. ഇപ്പം നിങ്ങളാണ് ഇപ്പോൾ മുഖ്യ ശത്രു, മിസ്റ്റർ PVയുടെ കാരണഭൂതൻ്റെ. അപ്പോൾ അച്ഛനെ പിന്നെ പുലർച്ചെ തൂക്കിക്കൊണ്ടുപോയതാ. അതുപോലെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കാൻ
ഇവർക്ക് അല്ല, അധികം അത് സ്വാഭാവികമാണല്ലോ. അധികം ഇപ്പൊ സമയം ഞാൻ എടുക്കേണ്ടതില്ല. അങ്ങനെ ഭയം വല്ലതും ഉണ്ടോ ഷോണെ? എനിക്കൊരു ഭയമില്ല ചേട്ടാ. ഞാൻ എന്റെ അപ്പന്റെ പേര് PC ജോർജ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തന്റെ ഇടമായിട്ട് തന്നെ ഇത് ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം ഞാനാണ് ഇതിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാനാണ് പെറ്റീഷൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ 9ാം മാസത്തിൽ പരാതി കൊടുക്കുമ്പോ ഇത് അറിയാമായിരുന്നത് പ്രതികൾക്ക് മാത്രമാണ്. ഇവരോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്തും പ്രതികൾക്കോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്തും ഒക്കെ പ്രതികൾക്ക് അറിയാമായിരുന്നു ഞാൻ പെറ്റീഷനാണെന്ന്. പക്ഷെ അന്ന് ഞാൻ ധൈര്യമായിട്ട് തന്നെ ഈ നാട്ടിൽ കൂടെ നടന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയം എനിക്കില്ല. ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ ആകപ്പാടെ ഒരു പത്രസമ്മേളനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളൂ. ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ലെങ്കിലും ഈ കേസ് കൊണ്ടു നടക്കാൻ 5 പേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 5 പേരെ ഒരു തരത്തിലും പുറകോട്ട് പോകില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള 5 പേരെ ഞാൻ ഇല്ലെങ്കിൽ പോലും ഈ കേസ് നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എത്തേണ്ടടുത്തെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. കാരണം KSIDC ആയി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളില് ഇതിനകത്ത് CMRL പോലും ഒന്നുമല്ലാത്ത ആകുന്ന രീതിയിലേക്ക് കൃത്യമായ അന്വേഷണം നടന്നാൽ കേരള സംസ്ഥാനത്ത് ഒരു കൊള്ളസങ്കേതം നടത്തുകയായിരുന്നു KSIDC കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് കൃത്യമായി ബോധ്യപ്പെടും. അതിനെല്ലാം കൃത്യമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടൽ KSIDCക്ക് ഈ കൊള്ളയ്ക്ക് മുഴുവൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം അടുത്തപ്പോൾ KSIDCയിൽ ഇന്നലെ വന്നപ്പോഴാണല്ലോ ഇത്രയും കാലളകുകയും ഈ കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ആദ്യമേ പറഞ്ഞു 31-ാം തീയതി ഓർഡർ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് എത്ര വർക്കിംഗ് ഡേ കിട്ടി? ഒറ്റ വർക്കിംഗ് ഡേയിൽ ഇവർക്കാർക്കും ഒരു കോടതിയും സമീപിച്ചില്ല. എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഈ ആകുലത ഉണ്ടായി? ആ ആകുലതയുടെ കാരണം KSIDC ആണ്. KSIDCയിലാണ് ഇതിന്റെ കാമ്പുള്ള. ഇനിയും കേരളക്കരയ്ക്ക് ഞെട്ടുന്ന രീതിയിലുള്ള വിവരങ്ങൾ KSIDCയിൽ നിന്നും വരാനുണ്ട്. അതിന്മേൽ കൃത്യമായ അന്വേഷണം നടന്നാൽ, ഇപ്പൊ ഒരു കാര്യം ആളുകളെല്ലാരും ആകുലപ്പെടുന്ന ഒരു കാര്യമാണ്, കൃത്യമായ അന്വേഷണം നടക്കുവോ? അന്വേഷണം കൃത്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയല്ലേ ഇന്നത്തെ കേസ്? യെസ് ഷോൺ ജോർജ്, അപ്പോൾ പോരാട്ടം തുടരുക, നമ്മളൊക്കെ കൂടെയുണ്ട് കേട്ടോ. ഷോണ, ഇത്രയും സമയം ഈ ഡിബേറ്റിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. യെസ്, ശ്രീജിത്ത് പണിക്ക. ശ്രീജിത്ത്, ഇത് CMRലും എക്സാലോജിക്കും മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിൽ മെയിൻ കൾപ്രിറ്റ് എന്ന് പറയുന്നത് KSIDC ആണ്. ഒരു കൊള്ള സങ്കേതം കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. KSIDC നേരത്തെ പറഞ്ഞതുപോലെ KSIDCയിൽ ഇരുന്നവർ നേരെ CMRലേക്ക് പോകുന്നു. ഇതൊരു കൂട്ടുകച്ചവടം അല്ലേ? കൊള്ളയടിക്കുക. അപ്പോൾ ഷോൺ പറഞ്ഞതുപോലെ കേരളം ഞെട്ടുന്ന ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ടാവും അല്ലേ? അല്ല, ഈ ഒരു ഡിഫൻസ് അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവര് 2 നിലയ്ക്ക് ഇവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള മനോരമ കൊടുത്തിരിക്കുന്ന ആ വിവരാവകാശത്തിന് മറുപടിയായിട്ട് അവർ നൽകിയിരിക്കുന്നതിൽ അവർ പറയുന്നത് അവരവിടെ ഇടപെടാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നവർക്ക് ബോധ്യമായതുകൊണ്ട് CMRലിനോട് അവർ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ്. ആ ചോദിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. അതിന് പുറത്ത് എന്ത് തീരുമാനിക്കണം എന്ന കാര്യത്തിനെ പറ്റി ഞങ്ങൾ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത്. നേരെ മറിച്ച് ഈ കാര്യം അവർക്ക് യാതൊരു വിധത്തിലുള്ള മറയുമില്ലാതെ ROCയുടെ മുന്നിൽ പറയാമായിരുന്നു, അല്ലെങ്കിൽ SFIയുടെ മുന്നിൽ പറയാമായിരുന്നു. പക്ഷേ അത് അവർ പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി അവരവിടെ മിണ്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ഈ CMRലിന്റെ ദൈനംദിന പ്രവർത്തനവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഞങ്ങളുടേത് ഒരു ഇഷ്യൂവർ കമ്പനിയും അല്ലെങ്കിൽ അതിലെ ഒരു സ്റ്റേക്ക് ഹോൾഡറും എന്ന നിലയ്ക്കുള്ള ബന്ധം മാത്രമാണ്. ഞങ്ങൾ അവിടെ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിന് ഇത്ര ശതമാനമാണ് ഞങ്ങളുടെ ഓഹരി. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്തത് കൊണ്ട്, അതായത് പറഞ്ഞത് ഇൻ നോ വേ കണക്റ്റഡ് വിത്ത് എനി ഓഫ് ദി അലഗേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ആരോപണങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഒഴിവാക്കണം എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, KSIDC ഉത്തമ ബോധ്യത്തിൽ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഇങ്ങനെ ഒരു മറുപടി നൽകുകയാണ്. ആ മറുപടിയിൽ പറയുകയാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവുമില്ല എന്നിവർ പറയുകയാണ്. എങ്കിൽ പിന്നെ എന്ത് ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് അവർ CMRലിനോട് വിശദീകരണം ചോദിച്ചത് എന്നത് കൃത്യമായി പറയേണ്ടി വരും. അവർക്ക് യാതൊരു വിധത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ലാത്തവരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് മിസ്യൂസ് ഓഫ് പവർ അല്ലേ? ഒരു ഭാഗത്ത് അവർ പറയുകയാണ് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാതെ ചോദിക്കാൻ, ഇതൊക്കെ അവരുടെ കാര്യമാണ്, ഞങ്ങൾ അതിലൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് അധികാരത്തിന്റെ പുറത്താണ് CMRലിനോട് ഇതിനെപ്പറ്റി വിശദീകരണം ചോദിച്ചത്?
ആ വിശദീകരണം ചോദിക്കുന്നത് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല, നേരെ മറിച്ച് അതിൽ തന്നെ പറയുന്നത് പോലെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചില ക്രമക്കേടുകളുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശദീകരണം ചോദിക്കുന്നത്. അപ്പൊ അന്ന് ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ചത് ചോദിക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അതേ അധികാരം അവർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരും അവിടെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ആ പ്രശ്നത്തിൽ നിന്ന് ഇപ്പൊ കൊള്ളസങ്കേതം തുടങ്ങിയ കുറെ വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞില്ല എങ്കിൽ പോലും അവരിതിലൊരു പാർട്ടി അല്ല എങ്കിൽ, അവർക്കിതിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും സത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ഇല്ല എങ്കിൽ അവർ ഈ കാര്യം ഇവിടെയും പറയാമായിരുന്നല്ലോ. ഞങ്ങൾ ഇന്നതാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അറിയാവുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾ ഇതിനെപ്പറ്റി അവരോട് ചോദിച്ചു, നാളിതുവരെ അവർ മറുപടി പറഞ്ഞിട്ടില്ല, ഈ കഴിഞ്ഞ കുറച്ച് മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്നു, അതല്ല എങ്കിൽ ആ തീരുമാനം എന്താണെന്ന് ഞങ്ങൾ ആലോചിച്ച് വരികയാണ്, തുടർ നടപടികൾ എന്നവർക്ക് പറയാമായിരുന്നു. ഒരു പ്രോപ്പർ ഡ്രാഫ്റ്റ് എങ്കിലും ആകുമായിരുന്നു. പ്രോപ്പർ ഡ്രാഫ്റ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ അർത്ഥത്തിലല്ല, പക്ഷേ അല്പമെങ്കിലും ആത്മാർത്ഥത അവരുടെ ഭാഗത്തുണ്ട് എന്ന് നമുക്ക് സംശയിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇവിടെ ഒരു രസകരമായ കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളിത് പറഞ്ഞു വന്നപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2013 ചാപ്റ്റർ 16, ആ 16 പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ആ സെക്ഷനിൽ പറയുന്നത് എനി മെമ്പർ ഓഫ് എ കമ്പനി ഹു കംപ്ലൈൻസ് ദാറ്റ് ദി അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഹാവ് ബീൻ ഓർ ആർ ബീങ് കണ്ടക്ടഡ് ഇൻ എ മാനർ പ്രിജുഡീഷ്യൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ് ക്യാൻ അപ്രോച്ച് ദി ട്രിബ്യൂണൽ എന്നാണ്. ഏത് ട്രിബ്യൂണലാണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഉണ്ട്, NCLT സമീപിക്കാം. എന്ന് വെച്ചാൽ ഈ ഇവർ ചോദിച്ചിരിക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണല്ലോ. ഈ CMRലുമായി ബന്ധപ്പെട്ട് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതിനെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടുത്തെ പ്രശ്നം എന്നതിനെ പറ്റി അവിടെ ഒരു ഡയറക്ടർ ഉള്ള KSIDC അവരോട് വിശദീകരണം ചോദിക്കുന്നു. അപ്പൊ അത് വിശദീകരണം ചോദിക്കുന്നത് നിയമപരമാണ് എന്നും അതിനുള്ള അവകാശാധികാരങ്ങൾ അവർക്കുണ്ട് എന്നും അവർക്കറിയാം. അപ്പൊ അങ്ങനെ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം അവർക്കുള്ളപ്പോ എന്തുകൊണ്ടാണ് ഇതൊരു പൊതു താല്പര്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുകയും അവർ ഈ NCLT അപ്രോച്ച് ചെയ്യാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണ്. അവരുടെ ചുമതലകൾ അവർ ചെയ്തിട്ടില്ല. നമ്മൾ പറയുന്നത് ഏത് കമ്പനിയെ പറ്റിയാണ്? CMRൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡയറക്ടറുള്ള KSIDCയെ പറ്റിയാണ്. അപ്പൊ ഈ നിയമങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന, ഒന്നിലധികം IASകാരുള്ള, ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരു സംവിധാനം, ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു നിയമത്തിന്റെ സാധുതയെ അവർ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പറയാമായിരുന്നു ഇവിടെ മിസ്മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, മിസ്മാനേജ്മെന്റ് ആണെന്ന് ഇനിയിപ്പം പിന്നെ വേറെ രീതിയിൽ അച്ചടിച്ച് അവർക്ക് കൊടുത്തെങ്കിലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് ഞങ്ങളുടെ ബിസിനസ്സിലെ ലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കാര്യത്തിന് പോവുകയും അതല്ല, അത് ക്രമക്കേടാണ്, അത് നിങ്ങൾ അതിനുള്ള തുക അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് ലീഗലായിട്ടുള്ള ഒരു ആക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണമല്ല. ആ നിലയൊക്കെ എന്നേ കഴിഞ്ഞു. അങ്ങനെ ഒരു നില ഉണ്ടായിരുന്നു പോലുമില്ല. കാരണം ഇത് പൊതുവെ നമ്മുടെ പൊതുമധ്യത്തിലേക്ക് ഈ സാധനം വരുന്നത് തന്നെ ഇത് ഒരു കണ്ടെത്തലായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കണ്ടെത്തലായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യത്തിന് പുറത്തൊരു നടപടി എടുക്കുകയും എന്നാൽ ആ നടപടി എടുത്തതിന് ശേഷം ഈ മാസങ്ങളായതിനു ശേഷവും പിന്നീട് ഒരു നടപടി എന്ന് പറയുമ്പോൾ ഒരു എന്താണെന്നുള്ളതിനെ പറ്റി വിശദീകരണം ചോദിക്കുക, അതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇത്രയും നാളെ എടുക്കാതിരിക്കുകയും ഈ ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുക പോലും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ KSIDCയുടെ ഭാഗത്ത് നിന്ന് ന്യായമായിട്ടും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവില്ലേ? അപ്പൊ അത് വീഴ്ചയാണോ അതോ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചാൽ ഈ മണ്ടന്മാരെ അല്ലല്ലോ ഇവിടെ ജോലിക്ക് വെക്കുക. അവിടെ ഒരു ഡയറക്ടറെ വെക്കുകയാണെങ്കിൽ ആ ഡയറക്ടർക്ക് എന്താണ് ഡയറക്ടറിന്റെ ഉത്തരവാദിത്വം എന്നറിയാമല്ലോ. കമ്പനീസ് ആക്ട് വഴി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ KSIDCയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ ബോർഡിലേക്ക് പോകുന്ന സമയത്ത് ബോർഡ് ചർച്ച ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ദൈനംദിന പ്രവർത്തനങ്ങൾ, ശരി, തൽക്കാലത്തേക്ക് ഒരു വാദത്തിന് ദൈനംദിന പ്രവർത്തനങ്ങൾ, മാനേജ്മെന്റ്, കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എങ്കിൽ പോലും ഈ ഡയറക്ടർ ബോർഡ് കൂടുന്ന സമയത്ത് എന്താണ് അവിടെ ഇരിക്കുക? അത് ഈ പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് കഴിച്ച് ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ അതിരിക്കുന്നത്. അവിടെ കുറെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. ആ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ഇവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലാഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ്സിലെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പറയുന്ന മറ്റ് നിയമ നടപടികൾ, ഈ കാര്യങ്ങളെല്ലാം വരും. ആ വരുന്ന സമയത്തും ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളാവാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്തും യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഇല്ലാതെ ടു സിൻ ബൈ സൈലൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവർ മിണ്ടാതെ ഇരുന്ന് ആ പാപത്തിൽ ഇവർ പങ്കു ചേർന്നിട്ടുണ്ട് എന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് അവരെന്താ ചെയ്യുക? ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോവുക. ഈ കോടതി പറഞ്ഞിരിക്കുന്നതെല്ലാം, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള സംവിധാനങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് നോൺ സ്പീക്കിംഗ് ഓർഡറുകളാണ്. അതിന് എന്താണെന്ന് കാരണം പറഞ്ഞിട്ടില്ല, ഞങ്ങളെ കേട്ടില്ല, ഞങ്ങൾക്ക് നാച്ചുറൽ ജസ്റ്റിസ് അവിടെ നിഷേധിക്കപ്പെട്ടു, അവിടെ അബ്യൂസ് ഓഫ് പവർ നടക്കുന്നു, അവിടെ കെടുകാര്യസ്ഥതയാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ഈ കാര്യത്തിലില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നിയമത്തിൽ പറയുന്ന
പറയുന്നതനുസരിച്ച് എനി മെമ്പർ ഓഫ് ദ കമ്പനി പബ്ലിക് ഇൻട്രസ്റ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പോകാമെന്നാണ്. പക്ഷേ ഇവർക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ഇവർക്ക് സംശയമില്ല. കാരണം അവർ പറഞ്ഞത് സ്ഥാപിച്ചിട്ടില്ല, അത് തെളിയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവർ പറയുന്നത് എന്താണ്, ഈ പറയുന്ന നോട്ടീസും നടപടികളും എല്ലാം ഇല്ലീഗലാണ് എന്നാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമ വ്യവസ്ഥാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് ഈ KSIDCയും CMRLനെയും എക്സാലോജിക്കിനെയും എല്ലാം തന്നെ ശ്വാസം മുട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഈ KSIDC പറഞ്ഞു വെക്കുന്നത്. ഇതിൽ KSIDCക്ക് മാത്രമായിട്ട് ഒരു ന്യായവും മറ്റുള്ള ആൾക്കാർക്ക് വെവ്വേറെ ന്യായവും ഒന്നുമില്ല. കാരണം ഇവരെല്ലാവരും തന്നെ ഇതിൽ പാർട്ടിയാണ്. അതല്ല എങ്കിൽ പിന്നീട് എന്തുകൊണ്ടാണ് ഇവരിലേക്ക് അന്വേഷണം വരുന്നത്? എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ നേരിടുന്നതിന് പകരം നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? ഇത് ഏതെങ്കിലും ഒരു കർത്തായുടെ കമ്പനി അല്ല. നമ്മൾ ഈ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമാണ്, കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് കേന്ദ്രത്തിന്റെ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ച ചോദ്യം തന്നെയല്ലേ അവരോട് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ മടിയിൽ കനമുണ്ടോടെ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അതില്ല എന്ന്. ശ്രീതേ, മോളെ എന്തുകൊണ്ടായിരിക്കും കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത്? അല്ല, അവരുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെയാണല്ലോ, എക്സാലോജിക്കിന്റെ ബേസ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും കേസ് ഇവിടെയല്ലേ നടക്കുന്നത്? അല്ല, അവർക്ക് ഒരു പക്ഷേ അവർക്ക് എനിക്ക് തോന്നുന്നു അവരുടെ കാര്യങ്ങളെല്ലാം ROC ബാംഗ്ലൂരാണ് അന്വേഷിച്ചത്. അപ്പൊ നേരത്തെ തന്നെ കമ്പനി കാര്യ മന്ത്രാലയത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതെ, ROC ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടാണ് അവരാണ് അന്വേഷിച്ചത്. ROC കൊച്ചിയാണ് നമ്മുടെ KSIDC, CMRL തുടങ്ങിയ കമ്പനികളെ അന്വേഷിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയെ ബാംഗ്ലൂരിലുള്ള ROC ആണ് അന്വേഷിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ തുടർ നടപടി എന്ന് പറയുന്നത് അവിടെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് അത് മാറ്റുന്നുണ്ടോ എന്ന കാര്യത്തിനെ പറ്റി നിലവിൽ എനിക്ക് അതിനെപ്പറ്റി ബോധ്യമില്ല. പക്ഷെ അവരുടെ കമ്പനി അവിടെ ഇൻകോർപ്പറേറ്റ് ആയതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ ROC ബാംഗ്ലൂരാണ് അത് അന്വേഷിച്ചത് എന്നതുകൊണ്ടുമാവും സ്വാഭാവികമായിട്ടും ആ രീതിയിലത്തേക്ക് പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ CMRL എത്ര സാധുക്കളാണെന്ന് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. CMRLനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞതുപോലെ വടിയെടുത്ത് കൊടുത്തു, അടിമേടിച്ചതിന് ശേഷം ഒരിടത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ കളിയിൽ അവരില്ല. ഇപ്പൊ ഈ കളിക്കുന്നത് മുഴുവനും എക്സാലോജിക്കും KSIDCയുമാണ്. ഇവർ രണ്ടുപേരും ഒരേ വാദമാണ്. ഒരാൾ കേരള ഹൈക്കോടതിയിൽ പോയി പറയുന്നെങ്കിൽ മറ്റേയാൾ കർണാടക ഹൈക്കോടതിയിൽ പോയി പറയുന്നു. ഒരാൾ അവിടെ സ്റ്റേ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഒരാൾ ക്വാഷ് ചെയ്തേക്കെന്നാ പറയുന്നത്. ഞങ്ങളെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്കൊന്നും കൊണ്ടുവരുന്നത്, ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ പാനിക്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ നിങ്ങൾ ഈ സർക്കാരിന്റെ നോമിനികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങളല്ലല്ലോ അവിടെ നടത്തുന്നത്. KSIDCയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളിന് എന്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഞാൻ അവിടെ നടപ്പാക്കാൻ പോകുന്നു എന്നുണ്ടോ? ഉദ്യോഗസ്ഥരായിട്ടുള്ള എത്രയോ ആൾക്കാർ കേസുകളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അത് അവരെല്ലാം മോശമായതുകൊണ്ടാണോ? അല്ല, അവരുടെ ആ സ്ഥാപനത്തിനെ ഏതെങ്കിലും ഒരു കപ്പാസിറ്റിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു കേസ് വന്നാൽ അതിന്റെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ അതിൽ സഹകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇവർ ഈ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ തീരുമാനമെടുത്തു, അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പാനിക് എന്തിനാണ്? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പ്രസക്തമാകുന്നത് ഏത് രീതിയിലുള്ള അന്വേഷണവും എല്ലാ കേന്ദ്ര ഏജൻസികളും വന്ന് ഇവിടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വിശാല ഹൃദയനായ ആശാൻ അങ്ങോട്ട് ഡൽഹിയിലേക്ക് കത്തയച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ആഘോഷിച്ച് നടന്നിരുന്ന അന്തം തമ്മി കൂട്ടങ്ങളുള്ള സ്ഥലമാണിത്. അപ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഇത് നിങ്ങളുടെ സംഭവമല്ലല്ലോ. CMRL എന്ന് പറഞ്ഞ് വേറൊരു കമ്പനി, എക്സാലോജിക് എന്ന് പറഞ്ഞ് വേറൊരു കമ്പനി, KSIDC എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷിക്കുന്നതിന് പോലും ആരെയും ഭയമില്ലാതിരിക്കുന്ന ഒരു നാട്ടിൽ എന്തിനാണെന്ന് ഈ കേരളത്തിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വരുന്നത്? ആദ്യമായിട്ടാണോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഏതെങ്കിലും ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത് ഇത്രയും വലിയ കാര്യം? ഞങ്ങൾക്ക് പേടിയില്ല എന്നൊക്കെയാണ് ഓരോ നേതാക്കന്മാർ പറയുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് പേടി? ഇത് വീണ വിജയൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ കമ്പനിയാണ്. അതില് CPM-ന് എന്തിനാ പേടി? അതിലുള്ള ആൾക്കാർക്ക് എന്തിനാ പേടി? അതിന് മറുപടി നമ്മുടെ ഗോവിന്ദ മാഷ് നൽകിയ മറുപടി കണ്ടില്ലേ? അതായത് മകൾ വഴി ലക്ഷ്യമിടുന്നത് അച്ഛനെയാണ്. അച്ഛൻ മുഖ്യമന്ത്രി മാത്രമല്ല, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പൊ എന്ത് വില കൊടുത്തു നമ്മൾ തടയും? അല്ല, മകൾ വഴി അച്ഛനിലേക്ക് എത്താം എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്ത എന്ന് ശ്രീ MV ഗോവിന്ദനെ പോലെ മുതിർന്ന ഒരു നേതാവ് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം പറയാതെ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ പരോക്ഷമായി നമ്മളോട് പറയുന്നത് മകൾ വഴി പോയാൽ അച്ഛനിലേക്ക് എത്താം എന്ന് തന്നെയല്ലേ? അപ്പോൾ മകൾ വഴി പോയാൽ മകൾ വഴി തന്നെ വന്നങ്ങ് നിൽക്കുകയായിരുന്നു എങ്കിൽ അത് അച്ഛനിലേക്ക് എത്തില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? നേരത്തെ പറഞ്ഞിരുന്നത് ഇവരുടെ ലോജിക്ക് തന്നെ എടുത്തു നോക്കൂ. ദുർഗന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയിട്ടുള്ളൂ എന്നാണ് ശ്രീ G. സുധാകരൻ പണ്ട് പറഞ്ഞത്, അല്ലെ? അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സ്ഥാനം വരെ എത്തിയിട്ടുള്ളൂ, മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ഇപ്പൊ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി പോയാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തില്ല എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ പ്രോഗ്രഷൻ അതാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്, പക്ഷെ അത് എത്തില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ മകൾ വഴി പോയി കഴിഞ്ഞാൽ അച്ഛനിലേക്ക് എത്താം എന്നൊരു സാധ്യത ഇവർ എന്തിനാ ഇവിടെ തുറന്നിരുന്നത്? അപ്പൊ ആ സാധ്യത ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാണെന്നേ? MV ഗോവിന്ദൻ അല്ല, ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ്.
അവരാണ് പറയുന്നത് ഇവർക്ക് ഈ കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് ബന്ധുത്വം വഴിയാണ് എന്ന്. ഈ CMRലും മറ്റുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കുന്നത് ആരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ ഏജൻസികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർ, മലയാളികൾ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീണ വിജയൻ കാശ് കൊടുത്തോ ടാക്സ് അടച്ചോ അത് കണക്കിൽ കാണിച്ചിട്ടുണ്ടോ മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ ഇതൊന്നും പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യണം. നെപ്പോട്ടിസം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു മാർഗം വഴിയോ ബന്ധുത്വം വഴിയോ ഇവിടെ ഒരാൾക്കും ഒരു കോൺട്രാക്റ്റും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. CMRL പോലെയുള്ള ഒരു സ്ഥാപനമൊക്കെ തന്നെ എന്ത് സേവനത്തിന്റെ പേരിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഞാൻ സേവനം കൊടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കമ്പനി ഉണ്ടാക്കിയിട്ട് അങ്ങ് ചെന്താ മതി. എനിക്ക് കിട്ടുമോ? ഞാൻ നാളെ ഒരു കമ്പനി, ഒരു 1% കമ്പനി ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ വാങ്ങുന്നു. ഞാൻ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം ഞാൻ പറയുന്നത് ഞാൻ IT എന്താണ് പ്രഗത്ഭ അങ്ങനെ എന്തോ അല്ലേ ഇവർ പറയുന്നത്, IT മേഖലയിലെ പ്രഗത്ഭ, ഞാൻ IT മേഖലയിലെ ഒരു പ്രഗത്ഭനാണ്, ഇതാ എനിക്കും കൂടി ഒരു കോൺട്രാക്ടിങ് തന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സേവനം എന്താണെന്ന് വെച്ചാൽ ഞാൻ വായുവിൽ എഴുതി കാണിക്കാം എന്ന് പറയാം. എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടില്ല. ഒരാൾക്കും കിട്ടില്ല. ശ്രീ അനിൽ നമ്പ്യാർക്ക് കിട്ടില്ല. ഈ ചർച്ചയിലിരിക്കുന്ന ഒരാൾക്കും കിട്ടില്ല. പക്ഷെ അത് ഒരാൾക്ക് അവിടെ കിട്ടി. അതെങ്ങനെ കിട്ടി എന്നുള്ളത് ഇവിടെ അറിയണ്ടേ? കാരണം അവിടെ അത് കൊടുത്തിരിക്കുന്ന കമ്പനിയിൽ KSADCക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നേ, അവർക്ക് 14.3% പിന്നെ സ്റ്റേക്ക് ഉണ്ടെന്നേ. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകണമെങ്കിൽ ഈ കൈകൾ ശുദ്ധമാണെന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ആ കൈകൾ ശുദ്ധമാണ് എന്ന് തെളിയിക്കേണ്ടി വരും. അപ്പൊ അതിനിവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള കുറച്ച് മാർഗങ്ങളുണ്ട്. അതുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിങ്ങനെ വരുന്ന സമയത്ത് ഓരോരോ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് കോടതികളിലേക്ക് പോവുകയല്ല വേണ്ടത്. അതിനു വേണ്ടിയിട്ട് വീണ്ടും പൊതുജനങ്ങളുടെ, പാവപ്പെട്ട നമ്മളുടെയൊക്കെ തന്നെ പണം മുടക്കിക്കൊണ്ട് വൈദ്യനാഥൻ വക്കീൽമാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ കേസ് ജയിച്ചാലോ തോറ്റാലോ വൈദ്യനാഥൻ വക്കീലിന് എന്താ കുഴപ്പം? അദ്ദേഹത്തിന്റെ വക്കീൽ ഫീസ് അവിടെ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വക്കീൽ ഫീസ് പോലും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, തെരുവിൽ കച്ചവടം നടത്തുന്ന, മീൻ വിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ നികുതി പണം കൂടിയാണ് നിങ്ങൾ ഈ കൊടുക്കുന്നത് എന്നുള്ള ഒരു ബോധമെങ്കിലും നിങ്ങൾ ഉണ്ടാവുക. അപ്പൊ അവിടെയാണ് ഈ പകൽ വഴി അച്ഛനിലേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ പറയുന്ന കാര്യത്തിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത്. വക്കീലെ, നേരത്തെ ശ്രീത്ത് ചോദിച്ചത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്തിനാണ് ഈ പാനിക്? നോക്കൂ, നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്നല്ലേ പറയാറ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അല്ലേ? ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, കുടിച്ചേ മതിയാവും. പക്ഷേ ഇത് ഓടി നടന്ന അന്വേഷണം പാടില്ല, അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അല്ല അല്ലമ്പർ ഒരു കാര്യം പറയുന്നത്, ഇത് ഇപ്പം ഏതോ ഒരു ജഡ്ജിക്ക് അല്ലെങ്കിൽ CMRL അല്ലെങ്കിൽ KSADC ഏതായാലും ഇത് എവിടെ ചെന്നാണ് എത്തുന്നത്? ഞാൻ ഇപ്പോൾ ഷാജഹാൻ സാഹബ് പറഞ്ഞതിൻ്റെ ആ തുടക്കത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്നത് ഞാൻ ഈ കമ്പനി എന്നല്ല, ഞാൻ കുറേ രാഷ്ട്രീയം, നമ്മളും രാഷ്ട്രീയം തന്നെ പറയുന്നത്. ഇതാരെ മകള്? ഇത് കിട്ടിയത് എങ്ങനെയാണ്? ഈ ഇദ്ദേഹത്തിന് ഈ പൈസ കിട്ടിയത് ഈ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞത്. ഇതെല്ലാം ഈ വീണ വിജയനെ സംബന്ധിച്ച് ഇതെല്ലാം പറഞ്ഞത് കംപ്ലീറ്റ് പറഞ്ഞതാണ് മുഖ്യമന്ത്രി ആരാണ്? CPM ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. PV എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് ചെയ്യാത്ത സേവനത്തിന് ഇത്രയും തുക പോയതെന്ന് കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ, 1.75 ലാക്സിന്റെ കേസല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല ക്രോസ് നിങ്ങൾ പറയുന്നത് ഈ മുഖ്യമന്ത്രിക്ക് അതുവഴി മകൾ വഴി തന്നെ ഈ പൈസ കിട്ടണമെന്ന് നിങ്ങൾക്ക് എന്താണ് ഇതാക്കുന്നത്? വേറെ എത്രയേ വഴിയുണ്ട് എൻ്റെ ഞാനിത് മാറ്റുന്നേ. പിന്നെ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ എന്താണ് ഈ ഏജൻസി എല്ലാം തോട്ടപ്പള്ളിയിൽ നിന്ന് ഖനനം ചെയ്ത് ഏകദേശം 40,000 കോടിയാണ് പറയുന്നത്. അല്ല ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കുംഭകോണമായിരിക്കും. അല്ല നമുക്ക് കിരീടത്തിൽ എന്തായാലും ഒരുപാട് അല്ലേ പൊൻതൂവലുകൾ വരാനിരിക്കുന്നു. അല്ല ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അത് നമുക്ക് അന്വേഷിക്കാം. നമുക്ക് അന്വേഷണത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം ഇദ്ദേഹം അകത്താകും, ഇദ്ദേഹം മകളുടെ ഇത് കൈകൾ ശുദ്ധമാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഷാജഹാൻ സാറ് പറഞ്ഞാൽ പക്ക രാഷ്ട്രീയമാണെന്ന്. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരാൻ വന്നു, അതിന് എന്തെങ്കിലും ഒരു തടയണ്ടേ? ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് സതീഷ്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞ എന്താ ഒരു മിനിറ്റ്, ആത്യന്തികമായി വേണ്ടത് മനസ്സമാധാനമാണ്. എത്രയും പെട്ടെന്ന് മനസ്സമാധാനം ലഭ്യമാക്കാൻ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അന്വേഷണമോ എന്ത് വേണം നടക്കട്ടെ, അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കട്ടെ. അല്ല ആ രീതിയിൽ അതിനെ പോസിറ്റീവായി കൊണ്ടൊന്ന് പിന്നെ കർണാടക ഹൈക്കോടതിയിലേക്ക് അന്വേഷണം തടയണമെന്ന് അത് ഫയൽ ചെയ്യുക വഴി ഇദ്ദേഹം ഈ ഇതുവരെ
പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് അല്ലേ തെളിയുന്നത്? ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അത് പിടിക്കപ്പെട്ടെ അത് മകളുമായിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ആ കമ്പനിയിൽ വല്ല ഷെയർ ഉണ്ടോ? പറയൂ, അല്ല പറയും, ഇദ്ദേഹത്തിന് വല്ല ഷെയർ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയുന്ന വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് വീണ വിജയന് ഇതെല്ലാം കിട്ടിയെന്നുള്ള ഒരു ഞാനിത് ഈ ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരൻ IT മേഖലയിൽ സാമാന്യം കഴിവ് തെളിയിച്ച ഒരു ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ശ്രീജിത്ത് പണിക്കർക്ക് CMRL ഒരു പ്രോജക്റ്റ് കൊടുക്കാവോ? ഒരു പ്രോജക്റ്റ് കൊടുക്കാത്തതിന് കിട്ടാത്തത് എത്രയോ പേര് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് നമ്മൾ ഈ കാടടച്ചെന്ന് ഇതുകൊണ്ടാണ് അല്ല ഇതൊക്കെ ഒരു എക്സാം അല്ല അങ്ങനെയല്ല, ഇതൊക്കെ ഒരു ഊതിപ്പ് വീർപ്പിച്ച ഒരു അല്ല നിങ്ങൾ കേന്ദ്ര അല്ല ഷാജ സാർ രാഷ്ട്രീയം പറഞ്ഞു രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞ ഒരു ചോദ്യത്തിനെങ്കിലും വസ്തുനിഷ്ഠമായെന്ന് മറുപടി ഞാൻ ഇത്രയും കാലം ഞാൻ ഇവിടെ ഇരുന്നിട്ട് കമ്പനി ആക്ടിൽ ഇങ്ങനെ ഒരു നിയമങ്ങളൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നേ. ഒരു കമ്പനിയെ പൂട്ടാൻ പാടില്ല, അത് പൂട്ടി അങ്ങ് പൊയ്ക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. കമ്പനി ആക്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂട്ടിക്കൂടി. അത് എത്ര കമ്പനികൾ ലളിതമായ ഒരു ചോദ്യം ഞാൻ ഈ ചർച്ചയിൽ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ KSADC ഒരു വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നു, ഞങ്ങൾ CMRLനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന്. ആ വിവരം എന്തുകൊണ്ട് അവര് മറ്റുള്ള ഈ ROCയുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചു? എന്നിട്ട് അവരവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന്. എന്തുകൊണ്ടത് ചെയ്തു? അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. വീണയൊക്കെ വ്യക്തിയാണല്ലോ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കമ്പനി വേറൊരു കമ്പനിക്ക് അയക്കുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ മണ്ണത്തനല്ല പറയുന്നത്. നമ്മളൊരു കാര്യം ഒരു സെക്കൻഡ് എന്റെ പൊന്നു സുഹൃത്തെ, നമ്മളെല്ലാവരും ഈ ചർച്ചയിൽ വന്നത് ഒരു കമ്പനി വേറൊരു കമ്പനിയുമായിട്ടുള്ള ബന്ധവും അയച്ചതിനെ പറ്റിയൊക്കെ സംസാരിക്കാനാണ്. നമ്മളാരും നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കമ്പനി മറ്റൊരു കമ്പനിയോട് വിവരം ആരായുകയും അത് ആരായുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വവും ചുമതലയും അവകാശവും അവർക്കുണ്ട് എന്ന ബോധ്യത്താൽ അത് ചെയ്യുകയും എന്നാൽ ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്വം ഇല്ല എന്ന് ROCയോട് അവർ പറയുകയും ചെയ്തതിലെ വൈരുദ്ധ്യം പോലും അങ്ങ് കാണുന്നില്ലേ? അല്ല ആ വൈരുദ്ധ്യം പോലും അങ്ങയുടെ കണ്ണുകൾ പിടിച്ചെടുക്കുന്നില്ല. അല്ല ഞാൻ കേട്ട ഒരു കമ്പനിയിൽ ഞാൻ താങ്കൾക്ക് ഞാൻ A ഒരു B നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന ഒരു ഇത് ചിലപ്പോൾ ROC ചോദിക്കുമ്പോൾ അങ്ങനെ എനിക്ക് അയക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുപോലെ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രീജിത്ത് പണിക്കർ കാണിക്കുന്ന ക്ഷമ, അതിന് ഞാൻ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു ചായ എനിക്ക് ക്ഷമയില്ല. നിങ്ങളെല്ലാരും അതാ പറഞ്ഞത്. ഈ എല്ലാരും നമ്മൾ കമ്പനിയില് അല്ല ഞാൻ ഒരു കമ്പനി ഞാൻ വളരെ ലളിതമായിട്ട് അങ്ങയോട് വീണ്ടും ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കുന്നു. ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ROC ആണെങ്കിലും SFIO ആണെങ്കിലും. കാരണം ഈ രണ്ട് കമ്പനികളും എങ്ങനെയാണോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത് 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചാണ്. ആ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇതിൽ നടന്നിരിക്കുന്ന ഡിസ്പ്യൂട്ടുകളെ പറ്റിയിട്ടാണെങ്കിലും തർക്കങ്ങളെ പറ്റിയിട്ടാണെങ്കിലും അന്വേഷിക്കാനുള്ള ചുമതല ROCക്കും അതേപോലെ തന്നെ SFIOയ്ക്കും ഉണ്ട്. ഇപ്പോൾ അവരുടെ അധികാരം പരിഷ്കരിച്ച് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം വരെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ട്, അടിപിടിയുണ്ട്, കോടതി ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കോടതിയിലൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അങ്ങനെ
അല്ല കേസ് എഴുതിയ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യാം. അല്ല ഞാൻ പറഞ്ഞിട്ടാ അങ്ങനെ ഒരു താല്പര്യം നമുക്ക് എന്റെ സ്റ്റാൻഡ് എനിക്ക് എടുത്തൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നുമില്ല. നിങ്ങൾ SFIOയുടെ നിങ്ങൾ കമ്പനീസ് ആക്ട് 2013 212 എന്ന് പറഞ്ഞൊരു വകുപ്പ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പൊ അറിയാം ഷാജാൻ, നമുക്ക് സമയമില്ല. ഷാജാനെ, ഇതിപ്പോൾ പാർട്ടി ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, അതുപോലെ ഏരിയ കമ്മിറ്റിയിലെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുക. ഇത് അച്ഛനെ ലക്ഷ്യമിട്ടുള്ള അന്വേഷണമാണ് എന്ന രീതിയിൽ ഈ അണികളുടെ തലയിൽ എങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഈ അടിമകൾ എന്തെങ്കിലും മനസ്സിലാക്കുമോ? അവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാവുമോ? അല്ലേ, എനിക്ക് അങ്ങനെയൊന്നും അഭിപ്രായമില്ലല്ലേ. അതായത് ഈ CPM-ന്റെ അടിത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് അണികളുണ്ട്. ആ അണികൾ വിയർപ്പ് ചോരയാക്കിയിട്ടാണ് ഇതിനെ ജയിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് ഈ പറഞ്ഞ പോലെ പൈസ കണ്ടിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ മഹിമ കണ്ടിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വാധീനം കണ്ടിട്ടൊന്നുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ താഴെത്തട്ടിലുള്ള ഏറ്റവും താഴെത്തട്ടിൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വിജയിപ്പിച്ചിട്ടുള്ളത് ഇതൊന്നും കണ്ടിട്ടല്ല. അവർക്ക് നല്ല വ്യക്തമായി കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായിട്ട് ബോധ്യമാകുന്നുണ്ട്. ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിന് 1,43,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ആരാ? ഞാനൊരു സാധാരണ മനുഷ്യനാണ്. 3 കോടിയിലധികം വ്യൂസ് ഉണ്ട് എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിന് കഴിഞ്ഞ 2 വർഷക്കാലത്തിനുള്ളിൽ. എന്താ അതിൻ്റെ കാരണം? താഴെത്തട്ടിലുള്ള പാവപ്പെട്ട പാർട്ടിക്കാരനാണ് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. അവരതെല്ലാം നല്ല പോലെ അവർക്ക് ബോധ്യമാകുന്നുണ്ട്. അവരെ ഞാൻ ഉൾപ്പെടെ പലരും ബോധ്യമാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം താഴെത്തട്ടിൽ മാത്രമല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലും വലിയ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ വിജയൻ്റെ അവസാന റീല് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ SFIയുടെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പം ഇപ്പം AK ബാലൻ മാത്രമേ ഉള്ളൂ. AK ബാലൻ്റെ നിന്നാസ്തുതിയാണ്. AK ബാലൻ എന്ന കാലൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പാർട്ടിയിലെ ഒരു വളരെ ഉയർന്ന ഒരു നേതാവ്, പാർട്ടിയുടെ മാത്രമല്ല LDFന്റെ ഒരു ഉയർന്ന നേതാവുമായിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. മതിയല്ലോ, 1 മണിക്കൂറോളം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിന്നാസ്തുതിയാണ്. ഈ ബാലനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഗ്രൗസ് ഉണ്ട്. സുധാകരൻ എൻ്റെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ഭയങ്കര പ്രശ്നത്തിന് മേൽ വലിയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് ഈ SFI അന്വേഷണം ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നിർത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് താഴെയും മോളിലും 8 മാസമൊന്നും വേണ്ടി വരില്ല. താഴെയും മോളിലും ഞാൻ അവസാനമായി ഒന്നുകൂടെ പറയുന്നു, മകൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. മകള് ചോദ്യം ചെയ്യുമ്പോൾ മകള് പൊട്ടിക്കരയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. മകള് പൊട്ടിക്കരയുമ്പം അച്ഛൻ ബോധം കെടുമോ എന്ന് മാത്രമേ ഇനി നോക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും മടിയിൽ കനമില്ല, കൈകൾ ശുദ്ധമാണ്, പക്ഷേ അന്വേഷണത്തെ ഭയമാണ്. മിസ്റ്റർ PVയോട് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, എത്ര കാലം ആത്മവഞ്ചനയുമായിട്ട് താങ്കൾ മുന്നോട്ട് പോകും? ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.